ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ 10 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ രാജവെമ്പാലയെ പിടികൂടി. പാമ്പിനെ പിന്നീട് കരിമ്പാനി വനത്തിൽ തുറന്നുവിട്ടു. ടൂറിസ്റ്റ് കേന്ദ്രം കാടുമൂടിയ അവസ്ഥയിലാണെന്നും അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ധാരാളം സന്ദർശകർ എത്തുന്ന ഭാഗത്താണ് രാജവെമ്പാലയെ കണ്ടത്. നടപ്പാതയിലായിരുന്നു പാമ്പ് ആദ്യം, പിന്നീട് സമീപത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. സ്നേക്ക് റെസ്ക്യൂവർ മാർട്ടിൻ മേക്കമാലിയാണ് പാമ്പിനെ പിടികൂടിയത്. ചൂട് വർദ്ധിക്കുന്നത് മൂലം പാമ്പുകൾ കൂടുതലായി നാട്ടിലിറങ്ങാൻ സാധ്യതയുണ്ടെന്നും ആളുകൾ ശ്രദ്ധിക്കണമെന്നും മാർട്ടിൻ പറഞ്ഞു. പിടികൂടിയ രാജവെമ്പാലയെ പിന്നീട് കരിമ്പാനി വനത്തിൽ തുറന്നുവിട്ടു. എൻ്റെ 191ാമത്തെ രാജവെമ്പാലയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ ഇതിനും വലിപ്പമുള്ളവരും പിടിച്ചതാണ്. പക്ഷേ ഇനി പറയാനുള്ളത്, ഇനി വരുന്ന ചൂട് കൂടുകയാണ്. ചൂട് കൂടുന്തോറും ഇതുപോലെ പാമ്പുകൾ തണുപ്പ് തേടി വീടിൻ്റെ അടുത്തും ഇങ്ങനെയുള്ള ജലാശയങ്ങൾ തേടി വീടുകളുടെ അടുത്തേക്ക് പാമ്പുകൾ 100% വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കാട് നിറഞ്ഞ അവസ്ഥയിലാണ്. ഇടയ്ക്കിടെ പേരിന് മാത്രം കാട് വെട്ടുകയാണ് ചെയ്യുന്നത്. കാട് നിറഞ്ഞതുമൂലമാണ് ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതെന്നാണ് പരാതി. കാടുവെട്ടണമെന്ന ആവശ്യം സമീപവാസികളും സന്ദർശകരും പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടാകുന്നില്ല. എത്രയും വേഗം അധികൃതരുടെ ഇടപെടൽ വേണമെന്ന് നാട്ടുകാർ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ 10 ദിവസത്തിനുള്ളിൽ 2 രാജവെമ്പാലേനെ ഈ ടൂറിസം ഏരിയയിൽ നിന്ന് പിടിക്കുകയുണ്ടായി. പക്ഷേ ഇതിനകത്ത് ഇവിടെ കാട് കയറി കിടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യങ്ങളായിട്ട് ഉന്നയിച്ചിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാകുള്ള ഭാഗികമായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഇപ്പോൾ ഈ വാക്ക്വേ മാത്രം കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇപ്പോൾ കാട് വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കാട് കയറി കിടക്കുന്നതുകൊണ്ടും അടുത്തുള്ള കുറേ വീടുകളുണ്ട്, ഉണ്ട്. ടൂറിസത്തിൻ്റെ വളരെയധികം അനാസ്ഥയാണ് ഇതിനകത്ത് കാണുന്നുകൊണ്ടിരിക്കുന്നത്. എന്നാ വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ഈ കാടുകളെ ഒന്ന് വെട്ടി റെഡിയാക്കി ഈ പാമ്പുകളുടെ ശല്യം എന്നാ വെച്ചാൽ നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പുകളാണ് മുഴുവൻ. രാജവെമ്പാല ഇത് ഇപ്പോൾ പെരിയേക്കാണ് ഇവിടെ. പിന്നെ ചൂട് കൂടിയോടുകൂടി രാജവെമ്പാല പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി, വെള്ളത്തിൻ്റെ സൈഡിലേക്കും ഇറങ്ങിയാണ്. അന്നേരം വിദേശികളും സ്വദേശികളുമായിട്ട് അനേകം ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. GTV ന്യൂസ്, ഭൂതത്താൻകെട്ട്.